യുപിയിൽ പെട്ടെന്നൊരു മുഹമ്മദ് പ്രേമം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുകൾ പുറത്തിറങ്ങുന്നു. ഇവരെ ഇങ്ങനെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിച്ച എന്താണെന്ന് എനിക്കറിയില്ല. ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ജാഥയൊക്കെ നടത്താനായിട്ട് ഇവരുടെ അടുത്ത് ആരുടെങ്കിലും മുഹമ്മദിനെ സ്നേഹിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവർ ജാഥ നടത്തുകയാണ്. അവിടെ ഈ യോഗി സർക്കാരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവർ ഇതുപോലെ ജാഥ നടത്തുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്രക്ഷോഭം പോലെയാണ് നടത്തുന്നത്. അതായത് നമ്മൾ ലഡാക്കിലെ ഈ പറയുന്ന ജൻസി എന്നൊക്കെ പറയുന്നതായിട്ട് താരതമ്യങ്ങൾ വരുന്നുണ്ട് ഈ ഐ ലവ് മുഹമ്മദ് റാലിക്ക്. അപ്പോൾ യോഗി സർക്കാർ ഇത് കണ്ട് പകച്ചു നിൽക്കുകയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവിടെ പകച്ചു നിൽക്കുകയാണോ എന്നുള്ളത്. രണ്ടാമത്തത്, ഇത് എത്തേണ്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് എത്തിയിട്ടുണ്ട്. അധികം വൈകിട്ടില്ല. അത് മറ്റിടത്തൊക്കെ എത്തുന്നതിന് മുമ്പേ കേരളത്തിലോട്ടാണ് ഇത് നേരെ യുപിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതെന്താണ് ഈ സംഭവം? അതായത് ഐ ലവ് മുഹമ്മദിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് മതവിഭാഗങ്ങളുടെ ഒരു റാലി നടക്കുന്നു. ഈ റാലി വരുന്നതിനിടക്ക് ഹൈന്ദവരുടെ റാലിയിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലെക്സുകളും കാര്യങ്ങളുമൊക്കെ മുസ്ലിം സഹോദരങ്ങൾ വന്ന് നശിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് പോലീസ് എന്ത് ചെയ്തു? ഇവരുടെ ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന സംഭവം കൂടി മാറ്റിവെക്കുന്നു. അതായത് ഇത് എടുത്ത് മാറ്റണം, ഇതിന്റെ ഫ്ലെക്സുകൾ മാറ്റണം എന്ന് പറയുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇങ്ങനെയാണ് ഞാൻ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ രണ്ടുപേരുടെ റാലികൾ വരുമ്പോൾ എന്തിനെ സംബന്ധിച്ചും ആയിക്കോട്ടെ, വരുമ്പോൾ മര്യാദപൂർവ്വം രണ്ട് കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്താൽ അവരങ്ങ് കടന്നു പോകും. അതേ ഉള്ളൂ. പക്ഷേ മുഹമ്മദിനോടുള്ള പ്രേമം മറ്റൊരു മതത്തിന് നശിപ്പിക്കാനായിട്ട് കാരണമാവാൻ പാടില്ലല്ലോ. എന്തായാലും അതെ. അപ്പോ ഇവര് മുസ്ലിം സഹോദരങ്ങൾ ഇത് അങ്ങോട്ടേക്ക് നശിപ്പിക്കുകയാണ്. അപ്പൊ തന്നെ അവിടെ പ്രക്ഷോഭം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും പോലീസ് എന്ത് ചെയ്യും? പോലീസ് രണ്ട് കൂട്ടരുടെയും ഫ്ലെക്സുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെടും. പക്ഷേ ഈ ഫ്ലെക്സുകൾ മാറ്റാൻ ആവശ്യപ്പെട്ടത് ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഈ ആഹ്വാനം ഉണ്ടാകുന്നത്. ഈ ആഹ്വാനം ഉണ്ടായതിനെ തുടർന്ന് പല ജില്ലകളിലേക്കും ഉത്തരാഖണ്ഡിൽ, ഹിമാചൽ പ്രദേശിലേക്കും ഒക്കെ ഈ ഒരു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇതിന് ഈ പറയുന്ന പോലെ ഈ ഒരു നമ്മൾ ആഹ്വാനം കൊടുക്കുമല്ലോ, ആഹ്വാനം കൊടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത് റാസ ഖാൻ മൗലവിയാണ്. അവിടെയുള്ള ഒരു ദർഗയിലെ, യുപി തന്നെയുള്ള ഒരു ദർഗയിലുള്ള പുരോഹിതനാണ്. ഈ പുരോഹിതനെ തൂക്കി പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ പുരോഹിതന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ഡോക്ടറെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇനി യുപിയിൽ യോഗിയാണ്. യോഗി എന്താ ഇതെല്ലാം കണ്ടിരിക്കുമെന്ന് നമുക്കതങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. യോഗി സഡൻ ആക്ഷനാണ്. അങ്ങും ഇങ്ങും നോക്കാനോ ചോദിക്കാനോ ഒന്നുമില്ല. മൂപ്പർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്. സന്യാസിയാണെന്ന് വെച്ച് ഫുൾ സദാസമയം ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. അതെ. അപ്പോൾ പലരും നമ്മളിപ്പോ ഇവിടെ പല പ്രശ്നം വരുമ്പോൾ പറയാറുണ്ടല്ലോ, യോഗി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, യോഗിയെ പോലെ ഒരാളാണ് വേണ്ടത് എന്ന് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉള്ളുകൊണ്ടും അല്ലാതെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിൽ ഇത് വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു സ്ഥലത്ത് ഇവർക്ക് തീപ്പൊരി വീണ് കിട്ടിയാൽ മതി. നമുക്ക് ലഡാക്കിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിന് കോപ്പ് കൂട്ടി, പക്ഷെ അത് അങ്ങ് ഒത്തില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരു വലിയ കലാപം ഉണ്ടാക്കുക. കാരണം നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 2000 പേർക്കെതിരെ കല്ലെറിയുകയാണ് ചെയ്യുന്നത്. കല്ലെറിഞ്ഞിട്ടുള്ള 2000 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 20 FIR ഇതിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യാവസ്ഥ എന്താണ്? ഇത്തരത്തിൽ ഒരു പ്രശ്നം വെറുതെ അങ്ങ് ഉണ്ടായതൊന്നുമല്ല. അപ്പോൾ ഈ പറയുന്ന ആളുകൾ ചില സുഡാപ്പി ചാനലുകളിലൊക്കെ ഇരുന്ന് പറയും, യോഗി മുഹമ്മദിനെ സ്നേഹിക്കാൻ സമ്മതിക്കുന്നില്ല. അടപ്പുകൂട്ടി ചർച്ചകളിലൊക്കെ പറയും മുഹമ്മദിനെ സ്നേഹിക്കാൻ സമ്മതിക്കുന്നില്ല, ഇത് മതഭീകരതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇവർ ഇറങ്ങുന്നു. പോലീസുകാരെ അതിഭീകരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്. പോലീസുകാരുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറി നടുറോട്ടിലിട്ട് അവരെ ചവിട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ അടപ്പുകൂട്ടി ചർച്ചക്കാർ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇവരുടെ ചർച്ചയിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മോദിക്കെതിരെ, പുഷ്കർ സിംഗ് ധാമിക്കെതിരെ, ഹിമന്ത ബിശ്വ ശർമ്മക്കെതിരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവരൊക്കെ നല്ല ആർജവമുള്ള മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ അസമിൽ നമുക്കറിയാം. അവിടെ
ബംഗ്ലാദേശികളെ തള്ളി പുറത്തു വിടുമ്പോൾ ഇവർക്കൊന്നും ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവർ RSS പിൻബലത്തിൽ നിന്ന് അല്ലെങ്കിൽ BJP നിന്ന് വരുന്നവരാണ്. അപ്പോൾ അത് മാത്രമല്ല, ആർജവമുണ്ട്. ഇത്രയും പ്രക്ഷോഭങ്ങളും ബംഗ്ലാദേശികളെയൊക്കെ ഇല്ലാതെയാക്കും, അതായത് പറഞ്ഞു വിടുന്ന സമയത്ത് എത്രയോ പ്രക്ഷോഭങ്ങൾ അവിടെ കോപ്പ് കൂട്ടാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ലല്ലോ. ആ നടക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അവിടെ UP-യിലെ അക്മോലി എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഈ അക്മോലി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആ ഗ്രാമത്തിൽ സംബാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി, ഈ പള്ളി നിർമ്മിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ ഒരു മദ്രസ, പള്ളിയും മദ്രസയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിർമ്മിച്ചത് ഒരു വിവാഹ മണ്ഡപം കയ്യേറിയിട്ടാണ് ഇവിടെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ സംബാലിൽ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷാഹി ജുമാ മസ്ജിദിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന ശേഷം തന്നെ കയ്യേറ്റങ്ങളെല്ലാം തന്നെ യോഗി ആദിത്യനാഥ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം ഒഴിപ്പിക്കണമല്ലോ, ഇതും ഒഴിപ്പിക്കണമല്ലോ. വിവാഹ മണ്ഡപം കയ്യേറി പണിതിരിക്കുന്നതല്ലേ. അപ്പോൾ 30 ദിവസത്തെ നോട്ടീസ് യോഗി സർക്കാർ കൊടുക്കും. അപ്പോൾ യോഗി സർക്കാർ ഇത് കൊടുത്തു കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായും ഏത് മനുഷ്യനും എന്ത് ചെയ്യണം? സർക്കാരിന്റെ നോട്ടീസാണ്, അതിൽ കാര്യമുണ്ട്, കാര്യമില്ലെങ്കിൽ അവർ ചർച്ചയ്ക്ക് പോണേ, അതല്ല ഇത് കയ്യേറിയതാണെന്ന് ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 30 ദിവസം കൊണ്ട് സംഭവം ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ യോഗി അവിടെ എന്ത് ചെയ്യും? ആളെ കൂട്ടി, അതായത് പോലീസിനെ കൂട്ടി വരുന്നു, ഇത്തരത്തിലാകുന്നു. ഈ ഒരു സംഭവം ഒഴിപ്പിക്കാൻ വേണ്ടി ആ ഒരു ഗ്രാമം മുഴുവനും പോലീസ് ക്യാമ്പാക്കി മാറ്റേണ്ടി വന്നു യോഗിക്ക് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അത്രത്തോളം പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥ ഉണ്ടാക്കാനായിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന പൊളിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ വരുമ്പോഴൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നു. ജനങ്ങൾ തടിച്ചുകൂടുമ്പോൾ മാത്രമല്ല, അവിടെ നിന്ന് ഈ പറയുന്ന പോലെ കല്ലെറിയാനൊക്കെയുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് ക്യാമ്പാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്ന ഈ ഒരു കലാപം, അതായത് അതിങ്ങനെ കെട്ടടങ്ങുന്നില്ല, അതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, കനലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഇതൊരു ആളിപ്പടരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വലിയൊരു വേറൊരു തലത്തിൽ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് തന്നെ ഉത്തർപ്രദേശാണ്. അപ്പോൾ അവിടെ ജയിക്കുന്നവരും അവിടെ കലാപം നടക്കുന്നവരും അവിടെ കലാപം തുടങ്ങിയാൽ അത് രാജ്യം മുഴുവൻ കത്തിപ്പടരുമെന്നും അറിയാവുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ അവിടെ ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം അവർ ഭരിക്കും. അത് നമ്മൾ UP ആണല്ലോ. അപ്പൊ അത്തരത്തിലാണ്. അതെ, സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടെ. അതെ, അപ്പൊ അവിടെ വലിയ രീതിയിൽ കോപ്പ് കൂട്ടുകയാണ് കലാപത്തിന്. മറ്റുള്ളവർക്ക് പിന്നെ അടങ്ങുമ്പോഴും UP മാത്രം അശാന്തമായി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇപ്പൊ ഉത്തർപ്രദേശിൽ നടക്കുന്നത് വിദേശ സംഘടനകളും വിദേശ രാജ്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്ന പലതരത്തിലുമുള്ള ജൻസി പ്രക്ഷോഭത്തിന് സമാനമായിട്ട്, ജൻസി നമ്മളൊരു ഉദാഹരണം പറയുന്നതാണ്, പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഇതിനകം തന്നെ നമ്മുടെ രാജ്യം കടന്നു പോയിട്ടുണ്ട്. നമ്മൾ അതിനെല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന് വിലയിരുത്തുന്നത് കൊണ്ടാണ് അത് നമുക്ക് പെട്ടെന്നൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജൻസി കലാപത്തിന് ഒരു സ്കോപ്പ് ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്, അതങ്ങ് വിലപ്പോകില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ ഹിന്ദുക്കളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു കാര്യം വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ഇപ്പുറത്ത് നിൽക്കുന്ന, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവരെ എന്താ പറയുക, പിരികേറ്റി പുറത്ത് വിടുന്ന ടീമുകളിലെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ 4 ജില്ലകളിൽ, അവിടുത്തെ UP-യിലെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യോഗി എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. അപ്പോൾ നമ്മളെ ഇത്തരത്തിൽ ഈ രാജ്യം മൊത്തത്തിലെ എല്ലാ കാര്യങ്ങളും തല്ലി തകർക്കുക, അതിൻ്റെ ഒരു പ്രക്ഷോഭത്തിന്റെ രീതി ഏതാണല്ലോ. നമ്മുടെ നാട്ടിലാണ് KSRTC ബസ്സാണ് ഉന്നം. KSRTC ബസ് തകർത്തില്ലെങ്കിൽ അതൊരു പ്രക്ഷോഭം ആവില്ല എന്നുള്ളതാണ് ഒരു ഇരിപ്പുവശം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ബറേലിയിലും ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളൊന്നും ശാന്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. പല തരത്തിലുള്ള ചില ഡിവിഷന് 4 ജില്ലകൾ, അതിൽ തന്നെ ബറേലിയിലെ 4 ജില്ലകളിൽ അതിൽ തന്നെ ചില ഡിവിഷനുകൾ, ചില മസ്ജിദുകൾ, അതിൽ നൗമഹൽ മസ്ജിദ് എന്ന് പറയുന്ന ആ മസ്ജിദിനെ, ആ പ്രദേശത്ത് കടുത്ത ജാഗ്രതയാണ്
ജാഗ്രതാ നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഏറ്റവും അടുത്ത ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാകാൻ പോകുന്നത് ഈ മസ്ജിദ്, നവ്മഹൽ മസ്ജിദ് നിൽക്കുന്ന ഭാഗത്ത് നിന്നാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ നവ്മഹൽ മസ്ജിദ് ആല ഹസ്രത്ത് ദർഗയുണ്ടല്ലോ, ആ ദർഗയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നേരെ സംഘർഷം രൂപപ്പെട്ടത് ഇവിടെ നേരത്തെയും ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതുണ്ട്. അതിജാഗ്രതാ നിർദ്ദേശം ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ ആളുകൾ എത്തുമ്പോൾ ആളുകളായിരിക്കില്ല കല്ലെറിയുന്നത് പലപ്പോഴും ഈ വിദേശ സംഘടനകൾ എന്താ പറയുക ചട്ടുകമാക്കി വെച്ചിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ പ്രക്ഷോഭത്തിനെത്തിയിരിക്കുന്ന ഈ ജിഹാദി ആളുകളാണ്. അപ്പൊ ഇവർ കല്ലെറിയുമ്പോൾ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനം തടിച്ചു കൂടിയല്ലോ. ജനം തടിച്ചു കൂടുമ്പോൾ അവിടെ ഒരു മസ്ജിദ് തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവും അവിടെ കൈയും കെട്ടി നോക്കിക്കില്ല. എന്തിനാണ് അത് തകർക്കുന്നതെന്നാണ് ചോദ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഹിന്ദുക്കളും അവിടെ എത്തും. അപ്പോൾ ഇവരുടെ ഇടയിൽ നിന്നൊരു കല്ലേറ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഹിന്ദു മുസ്ലിം ലഹളയായിട്ട് അല്ലെങ്കിൽ കലാപമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ അതിജാഗ്രതാ നിർദ്ദേശം ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ കോട്ട്പാലി പ്രദേശത്തുള്ള അസം നഗർ മസ്ജിദ്, ബരാദാരി മസ്ജിദ്, അങ്ങനെയുള്ള 3-4 മസ്ജിദുകളുണ്ട്. ഈ മസ്ജിദുകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആളുകൾ സംഘടിച്ച അക്രമത്തിനൊക്കെ പ്രക്ഷോഭത്തിനുമൊക്കെ കോപ്പ് കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട്, അതുകൊണ്ട് തന്നെ UP സർക്കാർ ഇപ്പോൾ ഈ 4 മസ്ജിദുകളിൽ വലിയ ബന്ദവസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിൽ പട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇതുകൂടാതെ 8 ഡിവിഷനുകൾ, ശിവജി മാർഗ് അതൊരു മാർക്കറ്റാണ്. പിന്നീട് ആലം ഗിർഗഞ്ച് സരഫ, പിന്നീട് സമദ്ഗഞ്ച് കിലാബ സർ, ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം സർക്കാർ തുറന്നു കൊടുക്കുകയും മാർക്കറ്റ് വീണ്ടും അടച്ചിട്ടുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അനിഷ്ട സംഭവങ്ങളാണ്. ഇത് നടന്ന സമയം വിജയ് ഓർക്കുന്നുണ്ടാവും, ദസറ നടക്കുന്ന സമയമാണ്. ദീപാവലി അല്ല, പൂജ അവിടെ ദസറ. അപ്പൊ ആ ദസറയോടനുബന്ധിച്ചിട്ട് അപ്പൊ അതിന് കുറച്ച് ദിവസം മുമ്പാണ് പെട്ടെന്ന് എന്നോണം ഈ ഒരു കലാപം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ആളിക്കത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഹൈന്ദവ ജനത പുറത്തിറങ്ങുന്ന ഒരു സമയമാണ്. അവരുടെ ആഘോഷങ്ങളും കാര്യമായിട്ട് എന്താ പറയാ ദേവീ വിഗ്രഹത്തിന്റെ ചോദിച്ചത്, അതായത് ഇതിന്റെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ. അതെ, അതായത് എന്തുകൊണ്ട് ഇപ്പോൾ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ഇത്രയും നാള് ഇപ്പൊ യോഗി വന്നിട്ട് ഇത്രയും നാളായല്ലോ, യോഗിയുടെ 2ാം ഭരണമാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കൃത്യമായി ഈ ഒരു സമയത്ത് തന്നെ ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്നാണ്, ഈ മുഹമ്മദ് പ്രേമം പൊട്ടിപ്പുറപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാത്തത്. അതാണ് ഈ ഒരു സാഹചര്യം വളരെ വലുതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദസറ കഴിഞ്ഞു, ഇനിയും അവിടെ ആള് കത്തുന്നുണ്ട്. പക്ഷേ അത് മറ്റൊരു രീതിയിലേക്ക് അത് ഡൈവേർട്ട് ചെയ്തു വിടാൻ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കഴിയും. അപ്പോൾ ചില പ്രദേശങ്ങൾ, അതായത് ചിലപ്പോൾ ഈ 2 വിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞു പോയിട്ടുള്ള പ്രദേശങ്ങൾ. അപ്പോൾ 2 കൂട്ടരും വലിയ രീതിയിൽ ഇറങ്ങാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അത് വലിയ കലാപമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദസറ കഴിയുമ്പോൾ ഇനി ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് ബംഗ്ലാദേശികളെ കയറ്റിവിടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ബംഗ്ലാദേശികളെ പറഞ്ഞു വിടുമ്പോൾ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വലിയ രീതിയിൽ പറയുന്നുണ്ടല്ലോ, ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി വന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പലർക്കും വേണ്ടി പണിയെടുക്കലാണ്. അപ്പോൾ ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്നിടത്ത്, കല്ലേറുണ്ടാകുന്നിടത്ത് നിന്നൊക്കെ ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് UP സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വരുന്നു. UP പിന്നാക്ക വിഭാഗ മുസ്ലിങ്ങളുണ്ടായിരുന്നു. ആ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ ആദ്യമൊക്കെ തീവ്രവാദ സംഘടനകളുമായിട്ട് അവരെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ അതായത് പ്രലോഭിപ്പിച്ച് ഇവരിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഇതെല്ലാം പല ഭാഗങ്ങളിലായിട്ട് നടത്താനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്കത് നടക്കുന്നില്ല. കാരണം ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ശൗചാലയങ്ങൾ, നമ്മൾ പറയും ശൗചാലയമല്ലേ അതെന്തെന്ന് എന്ന് ചോദിക്കും. പക്ഷെ അവിടെ മലയാളിക്ക് അത് പറയാം. കാരണം ഒരു വീട്ടിൽ തന്നെ 3-4 ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മലയാളിക്ക് ഇവിടെ ഇരുന്നത് പറയാം. പക്ഷെ അത് അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവില്ല. അതെ, അപ്പൊ അത്തരത്തിലുള്ള എല്ലാം അടിസ്ഥാന സൗകര്യമാണ്. നമ്മൾ വലിയ സൗകര്യം എന്ന് പറയുന്നത്, പക്ഷെ അവിടെ ആളുകൾക്ക് ഇല്ലാതിരുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു
പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്, പറഞ്ഞു ബോധ്യപ്പെടുത്തുകയല്ല. പ്രവൃത്തിയാകുമ്പോൾ ആളുകൾ നിരീക്ഷിക്കുകയും സ്വയമേവ അത് ബോധ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിൽ ബോധ്യപ്പെട്ടതോടുകൂടി ഈ വിഭാഗം, ഈ പിന്നാക്ക വിഭാഗം ഈ തീവ്രവാദ സംഘടനകളിൽ നിന്ന് അവരുടെ ഒരു പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ വലിയ രീതിയിൽ BJPയോട് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പറയുന്ന മുദ്ര ലോൺ എന്ന് പറയുന്നതിന്റെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം പറ്റിയിട്ടുള്ളത് മുസ്ലിം സഹോദരന്മാരാണ്, മുസ്ലിം കുടുംബങ്ങളാണ്. നമുക്കറിയാം, നമുക്കൊന്ന് യൂട്യൂബിൽ ചുമ്മാ ഒന്ന് ഓട്ടോറിക്ഷ എടുത്ത എത്ര പേരുണ്ട് എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. കേന്ദ്രത്തിൽ BJP, അവരുടെ സംസ്ഥാനം. അപ്പോൾ ഈ പദ്ധതികളൊക്കെ തന്നെ കൃത്യമായിട്ട് അവരിലേക്ക് എത്തും. അത് കൃത്യമായ, നമ്മളത് ബ്രാൻഡിങ് എന്നുള്ള വാക്ക് പറയുന്നത് ശരിയല്ല, കാരണം സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ പൈസ തന്നെയാണ് എടുത്തു തരുന്നത്. പക്ഷേ അത് കൃത്യമായി ഭരിക്കുന്ന സർക്കാരാണ് തരുന്നതെന്നുള്ളത് ആർക്ക് ബോധ്യം വരുന്നു? ജനങ്ങൾക്ക് ബോധ്യം വരുന്നു. അതുകൊണ്ട് അവർ ഇവരെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു. ഇത് കേരളത്തിൽ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലല്ല, ഇതുപോലെ BJP ഭരിക്കാത്ത സംസ്ഥാനത്ത് നടക്കുന്നില്ല. ഈ പദ്ധതികൾ പോലും ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നില്ല. ഇവിടെ തന്നെ മുദ്രാ ലോണുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല മുടക്കും പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയും ഇവരെയൊക്കെയും ഇതിലാക്കുന്നുണ്ട്. അവർ BJPയോട് ചേരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ വെച്ച് ആരാണ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള, മുമ്പ് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവരെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി 2ാം ടേം അവിടെ യോഗി ഭരിക്കുകയാണ്. അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വികസിച്ചു കഴിഞ്ഞു. അവിടെ എനിക്ക് തോന്നുന്നു ചെറുകിട സംരംഭങ്ങളുടെ ഏറ്റവും അധികം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളത് UPയിലാണ്. അതായത് ഗുണ്ടകളായിരുന്നത് വരെ ചെറിയ സംരംഭവുമായിട്ട് മര്യാദയോടെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പ്രതീക്ഷിക്കുന്ന വോട്ട് കിട്ടി ഇനിയും രംഗത്ത് വരാനുള്ള സാധ്യതകളും അവിടെ കുറവാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉരുണ്ടുകൂടുന്നത് കൊണ്ട് ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമി എന്നുകൂടി പറയുന്ന ഒരു സ്ഥലമായതുകൊണ്ട് UP കേന്ദ്രീകരിച്ച് ഇത് അടങ്ങാത്ത ഒരു കലാപമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി കേരളത്തിലെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം. കേരളത്തിൽ പത്തനംതിട്ടയിലെ കുലശേഖരപുരത്താണ് ഈ ഒരു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു ഫ്ലെക്സ് ഒക്കെ വന്നിട്ടുള്ളത്. അതും നമ്മൾ ജാഗ്രതയോടെ കാണേണ്ടതാണ്. ഈ പത്തനംതിട്ട ആ ഭാഗം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു SDPI PFIയുടെ ഒക്കെ ഒരു കേന്ദ്രം കൂടി ആയിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് നമ്മുടെ ഇവിടെ പലസ്തീൻ നേതാക്കളെ, ഹമാസ് നേതാക്കൾക്കും വേണ്ടി ജയ് വിളിക്കുന്നവർ ഉള്ളതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അതെ, കുറച്ച് എത്താൻ വൈകിട്ടുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഹമാസ് പലസ്തീന് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട് മടായിപ്പാറയിൽ അടക്കം കയറിയിട്ടുള്ള ആളുകളുള്ളത്. വലിയ രീതിയിൽ നമ്മൾ ജാഗ്രത കേരളത്തിലും പുലർത്തേണ്ടതുണ്ട്. കേന്ദ്രത്തിന്റെ ശക്തമായ ഒരു നിരീക്ഷണം എന്തായാലും കേരളത്തിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.